ഈ കൊച്ചിനെ ബാഗിലിട്ടുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഭാഗ്യത്തിന് ഒരു ബേർഡ്സ് പെറ്റ് ക്ലിനിക്ക് ഞാൻ കണ്ടുപിടിച്ചു. ഒരു കോക്കറ്റെയിൽ ചിക്കനെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാനായിട്ട് പോവാണ്. അതിൻ്റെ കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. സ്പ്ലേഡ് ലെഗ്സ് അല്ല, ഒരു കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്താണ്, ചൂടൊക്കെ ആയതുകൊണ്ട്. ഇതിൻ്റെ കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. 5 ചിക്സ് ഉണ്ടായിരുന്നു ഇവരുടെ കേജിനകത്തിൽ. എല്ലാവരും കൂടെ ഒരുമിച്ച് തിങ്ങി നിറഞ്ഞ് ഇരുന്നുകൊണ്ടായിരിക്കണം, അറിയത്തില്ല. ഇതിൻ്റെ കാലിന്, ഈ കാല് ഇച്ചിരി പുറമോട്ടായിരിക്കുന്നത്, ഈ കാല്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യണം. സാധാരണ ക്യാറ്റ്സിനും ഡോഗ്സിനും ഒക്കെ ഇഷ്ടം പോലെ ക്ലിനിക്കുകളാണ് ഈ ഏരിയയിലെല്ലാം ഉള്ളത്. പക്ഷേ ബേർഡ്സിനെ കാണിക്കാനായിട്ട് തപ്പി നടന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം പല ഡോക്ടർമാരുടെ അടുത്തും ക്ലിനിക്കുകളിലും ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആർക്കും ബേർഡ്സിനെ ചികിത്സിക്കാനോ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള നോളജ് ഞാൻ പോയിടത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ കണ്ട ഒരു ഡോക്ടറിൻ്റെ പേര് കണ്ടുപിടിച്ചതാണ്. ഡോക്ടർ അഭിഷേക് ഗുപ്ത. ലിയാസ് ആനിമൽ ആൻഡ് ബേർഡ് ക്ലിനിക്കാണ്. ഈ ക്ലിനിക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഹെണ്ണൂർ മെയിൻ റോഡിലുള്ള ഡെക്കത്ത്ലാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാപ്പ ജോൺസ് എന്ന് പറഞ്ഞൊരു പിസ്സ ഷോപ്പുണ്ട്. അതിൻ്റെ ഡെഡ് എൻഡ് റോഡിൽ. ഇവിടെ പെറ്റ് ബോർഡിങ്ങും ഉണ്ട്, പെറ്റ് ക്ലിനിക്കുണ്ട്, സർജറീസും വാക്സിനേഷൻസും ബേർഡ്സിനുള്ള DNA എല്ലാം ചെയ്യും. 15 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞേക്കുന്നത്. അവളുടെ കാലൊക്കെ ടേപ്പൊക്കെ ചെയ്ത് ഇതുപോലെ ബോക്സിനകത്തിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വെക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ പുള്ളിക്കാരി അതെല്ലാം വലിച്ചു പറിച്ച് തോട്ടിക്കളഞ്ഞേച്ച് എനിക്ക് ഇരിക്കാൻ തുടങ്ങി. എൻ്റെ കാലിനൊരു ചെരുവുണ്ട് സൈഡിലോട്ട്. പിന്നെ ഞാൻ തന്നെ മൈക്രോപോറൊക്കെ ഒട്ടിച്ച് ഒരു കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ച് 2 കാലും പിടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കാലിൻ്റെ കണ്ടീഷൻ കണ്ടു. അന്നേരമൊക്കെ നിൽക്കാനൊക്കെ തുടങ്ങി. നല്ലതായിട്ട് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ ഒരു സൈഡിലോട്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, അങ്ങനെ പറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ഇപ്പോൾ ബേർഡ്സിനെ നോക്കുന്ന ആൾക്കാർക്ക്, ബേർഡ്സ് കയ്യിലുള്ളവർ, ബേർഡ്സ് കൈ വെക്കുന്നവർ, അടുത്തുള്ള വെറ്റിനറികൾ നമ്മൾക്ക് എമർജൻസി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡോക്ടേഴ്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഈ ക്ലിനിക്കിൻ്റെ ലിയാസ് ആനിമൽ ആൻഡ് ബേർഡ് ക്ലിനിക്ക് നിങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചോ. അത്യാവശ്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എമർജൻസിയിൽ ബേർഡ്സിനെ കൊണ്ട് വരാൻ നേരം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.